പുതുവർഷത്തിന്റെ വിശേഷങ്ങളുമായി കമലേഷ് കൂടി ചേരുന്നുണ്ട്. കോവളത്ത് നിന്ന് കമലേഷ്, കേൾക്കാമോ? കമലേഷ്, കോവളം ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. മാത്രമല്ല തലസ്ഥാന നഗരത്തിലെ മറ്റ് ജില്ലകളിൽ നിന്നും എല്ലാവരും ആശ്രയിക്കുന്ന ഒരു വിനോദസഞ്ചാരം കേന്ദ്രം കൂടിയാണ്. അവിടുത്തെ ക്രമീകരണങ്ങൾ എത്രത്തോളം ഉണ്ട്? എന്തൊക്കെയാണ് പുതുവർഷത്തിന്റെ വിശേഷങ്ങൾ? തീർച്ചയായും സംസ്ഥാനത്താകെയുള്ള പുതുവത്സര ആഘോഷങ്ങളുടെ കാര്യങ്ങൾ എടുത്താൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമായി നമുക്ക് കരുതാൻ കഴിയുന്നത് തിരുവനന്തപുരത്ത് തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോവളത്ത് തന്നെയാണ്. കോവളം നമുക്കറിയാവുന്നതുപോലെ തന്നെ വിനോദസഞ്ചാരികളുടെ ഒരു കേന്ദ്രമാണ്. അതായത് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെസ്റ്റിനേഷനാണ് കോവളം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പുതുവത്സര ആഘോഷങ്ങളെല്ലാം അരങ്ങേറുന്നത് കോവളത്താണ് എന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. നിലവിലിപ്പോൾ കോവളം ബീച്ചിൽ, അതുപോലെ തന്നെ ശംഖുമുഖം കടപ്പുറത്ത്, അതുപോലെ മാനവീയ വീഥിയിൽ, അങ്ങനെ നിരവധി ഇടങ്ങളിൽ ഈ തരത്തിലുള്ള പുതുവത്സര ആഘോഷങ്ങളെല്ലാം അരങ്ങേറുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ ഹോട്ടലുകളുടെ നേതൃത്വത്തിലും ഈ പുതുവത്സര ആഘോഷങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഉദയസമുദ്ര ഗ്രൂപ്പിന്റെ പുതുവത്സര ആഘോഷ പരിപാടികളുടെ ഭാഗമായി നടക്കുന്ന കലാവിരുന്നിന്റെ കൂടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. നിരവധി ആളുകൾ, വിദേശികളായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ സ്വദേശികളായിട്ടുള്ള ആളുകൾ, മലയാളികൾ, ഇതര സംസ്ഥാനത്തുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ ഈ പുതുവത്സര ആഘോഷത്തിന്റെ ഭാഗമായി ഇവിടെ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും വളരെ മികച്ച നിലയിൽ തന്നെ തിരുവനന്തപുരത്ത് ഈ പുതുവത്സര ആഘോഷങ്ങളെല്ലാം തന്നെ മുന്നേറുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക. നിലവിലിപ്പോൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ച്, തലസ്ഥാന നഗരിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ് ഈ പുതുവത്സര ആഘോഷങ്ങളെല്ലാം നടക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ് തലസ്ഥാന നഗരം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ അത്രയേറെ സുരക്ഷയും തലസ്ഥാന നഗരത്ത് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക. ഏതായാലും 1200ഓളം പോലീസുകാരെയാണ് തലസ്ഥാനത്ത് ആകെ വിന്യസിച്ചിട്ടുള്ളത്. അത് പ്രത്യേകിച്ച് ഈ തീരദേശ മേഖലകളിൽ, അതായത് ആളുകൾ ഈ കടലിൽ ഉൾപ്പെടെ ഇറങ്ങുന്നത് ഒഴിവാക്കാൻ, ബീച്ചുകളിൽ കടലിൽ ഉൾപ്പെടെ ഇറങ്ങുന്നത് ഒഴിവാക്കാൻ വേണ്ടി കോസ്റ്റ് ഗാർഡിന്റെ, കോസ്റ്റൽ പോലീസിന്റെ ഉൾപ്പെടെ സേവനം അവിടെ ലഭ്യമാണ്. അതോടൊപ്പം പോലീസുകാർ ഈ നിലയിൽ മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ആളുകൾ, മദ്യപിച്ച് മറ്റ് സ്ത്രീകൾക്കുൾപ്പെടെ എതിരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി അതിനെതിരെ ഒരു കൃത്യമായ ഒരു ചെറുത്തുനിൽപ്പ് നടത്തുന്നതിന് വേണ്ടി തന്നെ നിരവധിയായ ആളുകളുടെ സംഘടനകളുണ്ട്. അതോടൊപ്പം പോലീസുമുണ്ട്, മഫ്തിയിലുമുണ്ട് പോലീസ്, വനിതാ പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ മഫ്തിയിൽ ഉൾപ്പെടെ ഇവരുടെ ഭാഗമായി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ആ നിലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഈ പുതുവത്സര ആഘോഷങ്ങളെല്ലാം നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഇടമായി തിരുവനന്തപുരം മാറുന്നു എന്നുള്ളതാണ് വലിയ നിലയിലേക്ക്. നിലവിലിപ്പോൾ നമ്മളുള്ളത് ഉദയസമുദ്ര ഗ്രൂപ്പിന്റെ പുതുവത്സര ആഘോഷ പരിപാടികൾ നടക്കുന്ന വേദിയിലാണ്. അവിടെ വിവിധങ്ങളായ കലാപരിപാടികൾ നടക്കുന്നു, ബാൻഡ് നടക്കുന്നു, DJ പാർട്ടി. നിലവിലിപ്പോൾ DJ പാർട്ടി പുരോഗമിക്കുകയാണ്. അതിനിടയിലാണ് ഞാനുള്ളത്. ആ നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോവളത്ത് നിന്ന് കമലേഷാണ് പുതുവർഷത്തിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചത്.